boing. ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, സ്വാഗതം, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദിസ് ഈസ് ബോയിങ് ബോയിങ്. Boing, boing. ബോയിങ്ങിന്റെ എപ്പിസോഡുകൾ ഇതുവരെയുള്ളതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇത്. പല കാരണങ്ങൾ കൊണ്ടും ഒരുപാട് വൈവിധ്യങ്ങൾ നിറയുന്ന ഒരു എപ്പിസോഡാണ്. വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഏതൊരു ടെലിവിഷൻ പ്രോഗ്രാം ആണെങ്കിലും വളരെയധികം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ആ ടീമിനും ആ ഫാമിലിക്കും വളരെ സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. This is our 50th episode. സോ 50ാമത്തെ എപ്പിസോഡിന്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. 50 എപ്പിസോഡുകൾ, അതായത് 50ാമത്തെ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു മൊമെന്റ് ആണ് ഇന്ന്. നമുക്ക് എല്ലാവരും കാണുന്ന പ്രേക്ഷകർക്കും വേറിട്ട കുറേ കാഴ്ചകളും രസക്കാഴ്ചകളും സമ്മാനിക്കാനായിട്ട് ഞങ്ങൾ ഓൾ സെറ്റ് ആണ്. അതിനു മുന്നേ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടെ പറയാനുണ്ട്. ഈ 50 എപ്പിസോഡ് എത്തുക എന്നുള്ളതിനപ്പുറത്ത് ഈ എപ്പിസോഡിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 50 എപ്പിസോഡിലേക്ക് നമ്മളെ സ്വീകരിച്ച് എത്തിച്ചത്, ഇവിടെ വരെ എത്തിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുമാണ്, ഓരോ കുടുംബ പ്രേക്ഷകരുമാണ്. അപ്പോൾ ആ പ്രേക്ഷകരെ ആസ്വദിപ്പിച്ച ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ വരുന്ന പെൺകുട്ടികളാണ്. അവരുടെ ആ ഒരു പ്രകടനങ്ങളിലൂടെയാണ് ഓരോ കുടുംബിനികളും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലെ അംഗങ്ങളും നമ്മളെ ഏറ്റെടുത്തത്. Let's begin the show. That is Boing Boing. ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പ്രതിസന്ധിയിൽ പോയിട്ടുണ്ട്. അവർ നമ്മുടെ സൊസൈറ്റി അംഗീകരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ നവഡേയ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് അവർ ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റി അംഗീകരിച്ച് കഴിഞ്ഞു. മാത്രമല്ല ഈ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ നോർമലി ഒരു പെണ്ണുങ്ങളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇവരൊരു സെലിബ്രിറ്റീസ് ആണ്. കാരണം വളരെയധികം ടാലന്റ്, അവരുടെ ഓരോ മേഖലയിലും വളരെയധികം ടാലന്റ് തെളിയിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ടീം എയിലും ടീം ബിയിലും അണിനിരന്നിരിക്കുന്ന എല്ലാ താരങ്ങളെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ബോയിങ്ങിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് 50th എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആൾ ടീം എയിൽ നിന്ന് പരിചയപ്പെടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഹിന്ദി സെലിബ്രിറ്റീസ് സിനിമാ മേഖലകളിൽ ഇയാളുടെ കൈയൊന്ന് മുഖത്ത് തൊടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മറ്റൊരാളില്ല. അത് മാത്രമല്ല ബോളിവുഡ് സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ ദീപിക, ദിയ മിർസ, ബിപാഷ ബാസു, അതുപോലെ മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർസിനെ എല്ലാം മേക്കപ്പ് ചെയ്യുന്ന ഒരു ഗംഭീര മേക്കപ്പ് ആർട്ടിസ്റ്റ്, മാത്രമല്ല ഒരു സിനിമ ആർട്ടിസ്റ്റ് ആണ്. മറ്റു കുറേയധികം ടാലന്റ് ഉണ്ട്. അപ്പം നമുക്ക് അയാളെ പരിചയപ്പെടാം. സോ ലെറ്റ്സ് വെൽക്കം രഞ്ജു രഞ്ജിമാർ. രഞ്ജുവാ, ഹലോ. ആദ്യം എനിക്കൊരു വിഷമമുണ്ട് എന്റെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാത്തത്. പക്ഷേ ഇന്ന് ആ മേക്കപ്പ് ചെയ്യാത്തതിന്റെ സങ്കടം എല്ലാം ഞാൻ തീർത്തിരിക്കണം. എന്റെ ടീമിൽ തന്നെ ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് പറയൂ രഞ്ജുമ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോ ഹാപ്പി ടു ഹിയർ ബിക്കോസ് ഇത്രയും നല്ലൊരു ഷോയിൽ പാർട്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അതും എന്റെ കുട്ടികളോടൊപ്പം തന്നെ വന്ന് പങ്കെടുക്കുക എന്നുള്ളത്. രഞ്ജുമയെ കുറിച്ച് പറയുകയാണെങ്കിൽ രഞ്ജുമ പല ചാനൽസിൽ ഇന്റർവ്യൂസിന് പോകാറുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. രഞ്ജുമ പറയുന്നുണ്ട് വീട്ടിലവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നു. എന്തായി അത്? പഞ്ചായത്ത് ഇലക്ഷൻ 2020 അപ്പം പാർട്ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ടിയുടെ ബേസിൽ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, നല്ലൊരു കൈഡി, എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പദ്ധതികളുണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് നടന്നുകൊണ്ട് വരുന്നു. ഇപ്പം നിലവിലുള്ളത് ഞങ്ങളുടെ ക്യൂൻ ഓഫ് ദോയ 2019 എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പേജന്റ് വരുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷനിലാണ്. അപ്പൊ അതിപ്പം ഏകദേശം ഷൂട്ടെല്ലാം കഴിഞ്ഞു ഇരിക്കുന്നു. അപ്പാർട്ട് ഫ്രം മേക്കപ്പ് ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചേ? സിനിമയിൽ അഭിനയിച്ചത് പൂമരം, ദിവാഞ്ചി മൂല, അങ്ങനെ ഞാനും പ്രണയിച്ചു. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തമിഴ് പ്രോജക്റ്റ് ആണ്. ഡേറ്റ് ഉണ്ടോ രണ്ടും കൂടെ? താങ്ക് യു സോ മച്ച് രഞ്ജിമ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. അടുത്ത ആളും വളരെ പ്രത്യേകതയുള്ള ഒരു സെലിബ്രിറ്റിയാണ്. അപ്പം ഇയാളെ പരിചയപ്പെടുന്നതിന് മുമ്പ് അയാൾ അഭിനയിച്ച സിനിമയിൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്ത സിനിമയാണ് ദൈവത്തിന്റെ മണവാട്ടി. ആ കുട്ടിയുടെ പേരാണ് ഹരണി ചന്ദന. വെൽക്കം. ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള മുഖമാണ്, നല്ലൊരു മോഡലാണ്. അതുപോലെ ആ സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതിന് മുമ്പേ ഹരണി, സ്വാഗതം. ഹായ്. എവിടെയാ ഹരണിയുടെ നാട്? എവിടെയാ? ഞാൻ എറണാകുളത്താണ് വീട്, പക്ഷേ താമസിക്കുന്നത് കൊല്ലത്താണ്. ഹരണി പറയൂ, സിനിമയുടെ ആ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇനി പുതിയ പ്രോജക്ട് 2 വന്നിട്ടുണ്ട്. ഒന്ന് വൈറൽ, നൗഷാദ് ആലത്തൂരിന്റെ. വൈറലാവോ? എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഷോയിൽ നിങ്ങൾ എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു ഫീല്? ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങള് വേറെ ആൾക്കാർ വന്നിരിക്കാനത്ത് അതിനൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരുന്നു. ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വന്നതുകൊണ്ട് കൂടുതൽ സന്തോഷം. ശരിക്കും ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്ന ഫീലാണ് അല്ലേ? സത്യമായിട്ട് അവിടെ അങ്ങനെ. ഓക്കെ, താങ്ക് യു. മൂന്നാമത് നമ്മൾ ടീം എയിൽ നിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഷാമ എസ് പ്രവേണ. ഇയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഓഫീസറാണ്. കാരണം ഇവിടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു ആക്ടിവിസ്റ്റും കൂടെയാണ് അല്ലേ?
ഓക്കെ ശ്യാമ പറയൂ. വെൽക്കം. നമസ്കാരം. നമസ്കാരം. ആ, എവിടെയാണ് ശ്യാമ നാട്ടില്? ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരള തിരുവനന്തപുരത്ത്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ വെൽഫെയർ നടപ്പിലാക്കുന്ന നോഡൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അതിന്റെ കീഴിൽ ഒരു ട്രാൻസ്ജെൻഡർ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റേറ്റ് പ്രോജക്ട് ഇനി ഓഫീസർ കൂടെയാണ്. ഇതിന്റെ അപ്പുറം ഒരു വലിയ കാര്യം ഞാൻ ഇവിടെ പൊട്ടിക്കാൻ പോവാണ്. IAS പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ആയി വാ. ഓക്കെ, Collector ആവട്ടെ. എങ്ങനെ പോകുന്നു പഠിത്തം ക്ലാസ് ഒക്കെ? കളക്ടർ ആകുക എന്ന് പറയുന്നത് ഒരുപാട് കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷ കൂടെയാണ്. Very good. അതായത് ഞങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും വേണ്ട രീതിയിൽ പലയിടത്തും പ്രതിഫലിക്കപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വിഭാഗത്തിൽ തന്നെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റമാണ്. ആ ഒരു മാറ്റത്തിന് കമ്മ്യൂണിറ്റി ഒന്നടങ്കം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രതീക്ഷ നിറവേറ്റുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. അത് ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അത് മനസ്സിലുണ്ട്. ആ ഒരു ലക്ഷ്യം പൂവണിയട്ടെ. വലിയൊരു ആഗ്രഹത്തോടെ നമ്മളും എല്ലാവിധ ആശംസകളും നേർന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ചുണക്കുട്ടികളായിട്ടുള്ള ടീം എയിലെ 3 പേരെയും പരിചയപ്പെട്ടു. ഇതിനേക്കാളും ചുണക്കുട്ടികളാണോ ടീം ബി എന്ന് നമുക്ക് അറിയാം. സുരാജ്. യെസ്, അപ്പൊ ടീം എയുടെ താരങ്ങളെ നമ്മൾ കണ്ടു. ഇനി ടീം ബിയിലേക്ക് പോകുമ്പോൾ അവിടെയും സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ താരങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൂര്യ ഇഷാൻ. സൂര്യ, സ്വാഗതം. സ്വാഗതം. സൂര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ കല്യാണം കഴിഞ്ഞ ആ കല്യാണം ഗംഭീര വൈറലായിരുന്നു. കാരണം ഞാൻ വരെ ആ ലൈവ് കല്യാണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. സൂര്യ, കല്യാണം കഴിഞ്ഞ മാത്രമല്ല കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ വിവാഹ വാർഷികം വിവാഹ വാർഷികം നമ്മുടെ കേരളത്തിലെ പ്രോഗ്രാമിൽ തന്നെ വന്നു ആഘോഷിച്ചു. അതെ. സൂര്യ എന്തായാലും കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ഇന്ന് കൂടെ വന്നിട്ടില്ല അല്ലേ? ഇല്ല. വന്നിട്ടില്ല. പേരെന്താ? ഇഷാൻ. 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 അപ്പൊ ഇവർക്ക് ആ കല്യാണ വാർഷികം ബിലേറ്റഡ് ആണെങ്കിലും നമുക്കൊരു റൊമാൻറ്റിക് സോങ് കൊടുക്കാം. കഴിഞ്ഞ 19 എപ്പിസോഡായിട്ട് ഇവർ എന്നെ കൊണ്ട് റൊമാൻറ്റിക് ഡാൻസ് കളിക്കാൻ കുറെ കഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ കറക്കാൻ പറ്റുന്നത്. താങ്ക് യു, താങ്ക് യു. സൂര്യ, അപ്പം ഇതിപ്പം ഈ പാട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ടും സൂര്യക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്റെ ഇഷാന് വേണ്ടിട്ട്. ഇഷാൻ വന്നിട്ടില്ല. സോ മിസ് യു. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഇക്ക ബിസിനസ് ആണ്. ഇപ്പോ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു അത്യാവശ്യം ഷെൽട്ടർ പൈസ ഹോം. ഒക്കെ ഉണ്ട്, നല്ല വെൽ സെറ്റിൽഡ്. കുഴപ്പമില്ല, അധ്വാനിച്ച് തന്നെ അങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പോകുന്നത്. വെരി ഗുഡ്, നല്ലൊരു ക്ലാപ്പ് പ്ലീസ്. ഗ്രേറ്റ്. സോ ടീം ബിയിൽ നിന്ന് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദാറ്റ് ഈസ് ദീപ്തി കല്യാണി. ദീപ്തി കല്യാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മാഗസിന്റെ മോഡലായിട്ട് വന്ന ഈ കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ ആളാണ് അല്ലേ? സ്വാഗതം. ദീപ്തി കല്യാണി. ദീപ്തി എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ദീപ്തി ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്താ പറയുക, എന്തൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും ഒന്നൊരു കൊളാജിൽ ഇട്ടിട്ട് ഒരു സൈഡിൽ നയൻതാര കാണും, അതേ കോസ്റ്റ്യൂമിൽ ഇപ്പുറത്തെ കൊളാജിലെ സൈഡിൽ ദീപ്തി കാണും. ഭീകര ഫോളോവർ ആണല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ദീപ്തി പറയൂ, എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്ട്സുകൾ? ഞാൻ ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 3 മൂവിയിൽ അഭിനയിച്ചു. പിന്നെ എനിക്ക് എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അഭിനയത്തിനൊക്കെ കൂടുതൽ താല്പര്യം ഒരു ഐറ്റം ഡാൻസർ ആവുക എന്നുള്ളതാണ്. ഒരു തീർച്ചയായിട്ടും ഞാൻ കളിക്കും. ഏതോ ശരി, വരൂ. നമ്മുടെ ദീപ്തി കല്യാണിയുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സിനിമയിൽ നല്ലൊരു ഐറ്റം ഡാൻസർ ആകുക. അപ്പോൾ എന്തായാലും ആ ആഗ്രഹം പൂവണിയട്ടെ. അതിനു മുന്നേ ഞങ്ങളുടെ പ്രേക്ഷകരുടെയും ബോയിന്റെ സെറ്റിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ദീപ്തിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ കാണണം. മുരുക, മ്യൂസിക് പ്ലീസ്.
ഐറ്റം ഡാൻസർ ആവാൻ വേണ്ടിട്ട് ചില്ലറ പരിധി പോരാന്നുള്ളത് മനസ്സിലായി. മൊത്തത്തിൽ ബോഡി ഇളകണം അല്ലേ? കംപ്ലീറ്റ് ഇളകണം. ദീപ്തി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല പിന്നെ ഈ സ്റ്റെപ്പൊക്കെ എവിടുന്ന് വന്നു? മനസ്സിൽ വന്നു. ഞാൻ ഇത്രയും കാലമായിട്ട് മനസ്സിൽ നിന്ന് വരുത്താൻ ശ്രമിക്കുന്നു, ഒന്നും വരുന്നില്ലല്ലോ. ഇതാണ് റിയൽ പാഷനേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സൂരജ്, ഇപ്പൊ മനസ്സിലായോ? ഒരു ഗുരുവിന്റെ ആവശ്യമില്ല, റിയൽ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിന്ന് വരിക ഉള്ളിന്ന് വരിക എന്ന് പറയുന്നത് ഇതാണ്. നിനക്ക് വരുന്ന ഉള്ളിന്ന് കണ്ണീരാണ് വരുന്നത്. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എന്റെ ഭാര്യയുടെ അടുത്ത ഫ്രണ്ടാണ്. ദാറ്റ് ഈസ് ശീതൾ. ശീതൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഫേമസ് ആയത് വെച്ച് കഴിഞ്ഞാൽ എഴുത്തിലൂടെ, ഷോർട്ട് ഫിലിമുകളിലൂടെ, അങ്ങനെ പല ഷോർട്ട് ഫിലിമിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. യെസ്, അങ്ങനെ പല രംഗങ്ങളിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ശീതളിനെ കുറിച്ച് ഫേസ്ബുക്ക് ഫ്രണ്ടിന് അറിയാത്ത ഒരു കാര്യം കൂടെ പറയാം. ആഭാസം എന്ന മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തു, മാത്രമല്ല ഒരു ആക്ടിവിസ്റ്റും കൂടെയാണ് അല്ലേ? അതെ അതെ. ശീതൾ നല്ല പാട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടൊരു പാട്ട്. பார்த்த முதல் நாளே உன்னை பார்த்த முதல் நாளே காட்சி பிழை போலே உணர்ந்தேன் காட்சி பிழை போலே ஒரலையாய் வந்து என்னையடித்தார் கடலாய் மாறி பின் என்னை எடுத்தால் என் கனவை தாங்கிய உன்முகம் என்றும் அடையாதே. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മൾട്ടിപ്പിൾ ടാലന്റഡ് ആണ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ടവർ. ഇപ്പോൾ രഞ്ജമ്മയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണ്, ഹരണ്യാണെങ്കിലും മോഡലാണ്, ആക്ട്രസ് ആണ്, ശ്യാമയാണെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ആണ്, എഴുത്തുകാരിയാണ്, മലയാളം ഭാഷയിൽ വളരെ നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. സൂര്യ ആണെങ്കിൽ ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്, സിംഗർ ആണ്. ദീപ്തി ആണെങ്കിൽ ടിക്ടോക്കിന്റെ താരമാണ്. ശീതൾ ഞാൻ പറഞ്ഞ ഞാനും ഇവന്റെ പണി വേണ്ട, നിങ്ങളുടെ പണി കളയാതെ ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങൾ വെള്ളം കോരി പിന്നെ സൂര്യചേട്ടന്റെ പണി ഞങ്ങൾ കളയില്ല. ഞങ്ങൾ 3 പേരും കൂടി ഞാൻ നിക്കണ പോണോ? ഞങ്ങൾക്ക് തോറ്റ് കാണാൻ കുറച്ച് ആൾക്കാർ അവിടെ വേണം. അന്ത ഭയം ഇരിക്കട്ടെ. ഇവര് നിങ്ങള് അപ്പുറത്ത് ഇപ്പുറത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും ഒരു സെക്കൻഡ് എനിക്ക് ശ്വാസം വിടാൻ. എന്റെ ടീമിൽ 3 എണ്ണം അണിനിരന്നിട്ട് എന്നെ ഈ കൊല്ലുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന പിന്നെ പറയൂ. കുടുംബമേല അവിടെ കുടുംബമേല കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾക്കണ്ട. ഞങ്ങൾ കാണാൻ പോകുന്ന പൂരം ഇവിടെ കാട്ടിത്തരും. ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത്രയും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് റെഡി ആയി കഴിഞ്ഞു. ടീം എയും ടീം ബിയും പരിചയപ്പെട്ടു. വീറും ഭാഷയ്ക്ക് ഒരു കുറവില്ല. എന്നാലോ വീറും ഭാഷയുടെ ഗെയിമിലും ഇവിടെയും ഒരു കുറവില്ല. സോ മൂവിംഗ് ഓൺ ദ ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് ബോയിലെ ആദ്യ മത്സരം കുലുക്കിത്തക്കത്ത. ഓൾ സെറ്റ് ആണ്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ടീം എയും ടീം ബിയും ഉറപ്പെടുത്തുകയാണ്. ടീം എയുടെ ബലൂൺ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. 5 ബലൂൺ ഇവിടെ ഉണ്ട്. സ്വന്തം ബലൂൺ മാത്രം പൊട്ടിക്കുക. ഏത് ബലൂൺ ഈ ഫ്ലോറിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാലും -20 ആണ്. ഒരു ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 20 പോയിന്റ്സ് ആണ്. മാത്രമല്ല ശരീരത്തിൽ ഇരുന്ന് മാത്രം പൊട്ടിക്കുക, വേറെ ഒരു ശരീരഭാഗം യൂസ് ചെയ്യാൻ പാടില്ല. ടീം എ ആദ്യം 3 പേര് വന്നു കഴിഞ്ഞാൽ, ഒരാൾ പൊട്ടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ 2 പേര് ഈ 2 സൈഡിൽ നിന്നിട്ട് ബാക്കി പുറത്തു പോകുന്ന ബലൂൺ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. Okay? Got it? You're watching ബോയിലെ ആദ്യ മത്സരം കുലുക്കിത്തക്കത്തയിൽ. ഞാൻ ക്ഷണിക്കുകയാണ് ടീം എ. ടീം എ പ്ലീസ് കം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിന്റെ ഇടയിൽ എന്താ ഞങ്ങളുടെ ടീമിന്റെ അടുത്ത് പോയിട്ട് എന്തോ ഡയലോഗ് അടിക്കുന്നത്? എന്താണ് വസിച്ച് പണ്ടാരോടെ മക്കളെ അതൊന്നും ഫീൽ ചെയ്യരുത്. വേറൊരു കാര്യം അറിയോ? നിങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ്. അമ്മ ഇങ്ങനെ ശപിച്ചു കഴിഞ്ഞാലേ ഇതിനകത്ത് അമ്മയെ മക്കളൊന്നും ഇല്ല. നീയൊക്കെ തോറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ടായിരിക്കും ഒരു അമ്മയോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കാൻ പോണത്. എന്ത് കഴിഞ്ഞാലും നിങ്ങൾ ഒരു പറയുന്ന ഒരു സാധനം ഏൽക്കുകയില്ല. ഞങ്ങൾ മുമ്പിൽ ഒരു കണ്ണാടി തിരിച്ചു കിട്ടി. ഇവളുമാരെങ്ങനെ ജയിച്ചിട്ട് അങ്ങോട്ട് വന്നാ ഞാൻ വീടിന്റെ വാതിൽ 2 കൊട്ടി അടയ്ക്കും. ഓക്കെ, അപ്പൊ മത്സരത്തിലേക്ക് കിടക്കാലോ. അപ്പൊ ആരാണ് ആദ്യം പോകാൻ പോകുന്നത്? കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
Your time starts now. 3, 2, 1, go. നമ്മുടെ ബോയിങ് ബോയിൽ ആദ്യ മത്സരം കുലുക്കിത്തക്കൽ ടീമിൽ നിന്ന് രഞ്ജിമ ഗംഭീരമായിട്ട് മത്സരിച്ചു. ഭയങ്കര ഭയങ്കര മത്സരം മത്സരം. പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പൊട്ടിച്ചതിന് നല്ല മൈനസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നു. 5 ബലൂൺ പൊട്ടിച്ചു. അതിൽ പക്ഷേ 1 മൈനസ് ആയിരുന്നു. 5 എണ്ണത്തിൽ സ്വന്തം കളറിൽ ഒരെണ്ണം മുട്ട് കൊണ്ടാണ് പൊട്ടിച്ചത്. മറ്റൊന്ന് വേറൊരു കളർ പൊട്ടി. അങ്ങനെ 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം മൈനസ് പോയി കഴിഞ്ഞാൽ 3 എണ്ണമാണ് കിട്ടിയിരുന്നത്. 3 എണ്ണത്തിന് കൂടെ കിട്ടുന്ന 60 പോയിന്റ്സ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും? എങ്ങനെയുണ്ട് മത്സരം? അയ്യോ ഞാൻ ശരിക്കും പറഞ്ഞ എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്ത് ശരിക്കും പൊട്ടില്ല എന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇവിടുമാരെ മുഖം കാണാൻ അവരെ മുഖത്ത് പൊട്ടിക്കുന്ന പോലെയായിരുന്നു അത്. ഇനി ആ കുട്ടികൾ വരുമ്പോ അവർ അമ്മേനെ പൊട്ടിക്കുന്നതാണ് കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് അത് സംഭവിച്ചത്. മാനം കാക്കുക, പൊട്ടിക്കരുത്. കുലുക്കിത്തക്കത്തിൽ രണ്ടാമത് ടീം എയിൽ നിന്ന് വരാൻ പോകുന്ന ഹരണി ചന്ദനയാണ്. ഹരണി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. ഹരണി, അതെ, ഹരണി പോയതിന് 5 ബലൂൺ നമ്മുടെ ടീമിനുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം മൈനസ് ആണ്, കാരണം ഒരെണ്ണം ഇരുന്നല്ല പൊട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊരു മൈനസ് ഉണ്ട്. 4 എണ്ണത്തിന്റെ പോയിന്റ് മാത്രമേ തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? രഞ്ജും ഇവിടെ ചീത്ത വിളിക്കുന്നുണ്ട്. എടി പൊട്ടിയതേ അങ്ങോട്ട്. സത്യം പറഞ്ഞാ ഇരിക്കണമെന്നുണ്ട്. ആ സമയത്ത് വേറെ ബലൂണ കയറി വരണം. ഇവിടെ നല്ല വഴക്കേറുന്നുണ്ടായിരുന്നല്ലോ. വഴക്കല്ല, ഇതിലേക്ക് പിടിച്ചു വെച്ചിട്ട് ഇരിക്കുന്നൊക്കെ പറയുന്നത്. അടിപൊളി. കുലുക്കിത്തക്കതയിൽ മൂന്നാമതായിട്ട് ടീം എയിൽ നിന്ന് വരാൻ പോകുന്ന ഷാമയാണ്. ഓൾ ദ ബെസ്റ്റ് ഷാമ. രണ്ടുപേർക്ക് 2 സൈഡിലേക്ക് പോവാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. ക്ഷാമ, ഒരു ബലൂൺ റബ്ബറാണ്. കുറെ നേരം പൊട്ടുന്നില്ല. എല്ലാ ബലൂണും റബ്ബറാണ്. അത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ്. എന്നോട് തുടങ്ങുന്നതിന് മുന്നേ രഞ്ജു ചോദിച്ചതാണ്, അതായത് ഞാൻ ഒരു പിന്നോ വല്ല ബ്ലേഡോ എടുത്ത് വെച്ചിട്ട് വരട്ടെ. പറയാൻ പറ്റില്ലേ, അങ്ങനത്തെ അപ്പുറത്ത് പോയിട്ട് ചീത്ത പറഞ്ഞിട്ട് വന്ന ആളല്ലേ. അതായത് എത്ര എണ്ണം പൊട്ടിച്ചെന്നുള്ള ധാരണയുണ്ടോ? 5 എണ്ണം പൊട്ടിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 5 എണ്ണം പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ ആദ്യത്തെ അറ്റംപ്റ്റിൽ 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. 1 മൈനസ് ആയി അതിൽ. അപ്പൊ ടീം എ മൂന്നാമത് മത്സരിക്കുമ്പോൾ 5 എണ്ണത്തിൽ 1 മൈനസ് പോയി കഴിഞ്ഞാൽ 4 എണ്ണത്തിന് പോയിന്റ് കിട്ടിയിരുന്നത് 80 പോയിന്റ് ആണ്. വെരി ഗുഡ്. കുലുക്കിത്തക്കത്ത മത്സരം കഴിയുമ്പോൾ ടീം എ നേടിക്കുന്നത് 220 പോയിന്റ് ആണ്. വെരി ഗുഡ്. 220 വിഷയമാണോ? നമുക്കൊരു വിഷയമല്ല. ഇത് വിഷയമല്ല. വഴിയെ കണ്ടറിയാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയണ്ട. ഞങ്ങൾ 220 പോയിന്റ് നേടി. ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഒന്ന് ആഘോഷിക്കണം. മുരുക, മ്യൂസിക് പ്ലീസ്. കുറച്ച് പോയിന്റ് കിട്ടിയതിന്റെ വലിയൊരു ആഘോഷം അവർ നടത്തട്ടെ. ആഘോഷിച്ച് ചെയ്തോളൂ. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫൈറ്റേഴ്സ് ആയിട്ട് തിരിച്ചു വരാൻ പോകുന്നു. ആ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. മത്സരത്തിന്റെ തുടർ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ്. അപ്പൊ കുലുക്കിത്തക്കയുടെ ആദ്യത്തെ റൗണ്ടില് നിങ്ങളുടെ ടീം 220 പോയിന്റ് നേടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ടോട്ടൽ പോയിന്റുകളും വാരിക്കൂട്ടിക്കൊണ്ട് 300 പിടിക്കാൻ പറ്റിയ ടീമിനെ ഞാൻ നിങ്ങളുടെ ഇറക്കുകയാണ്. എന്റെ സ്വന്തം ടീം ബി. വെൽക്കം.
ആവേശത്തിന് ഒരു കുറവുമില്ല. പക്ഷേ ഈ പൂരം കണ്ടറിയാം നമുക്ക്. ഓക്കെ, ആരാണ് ആദ്യം പോകുന്നത്? നമ്മുടെ ടീമിൽ നിന്ന് ആരാണ്? ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ എല്ലാ ഗെയിം വരുമ്പോഴും എന്റെ ഒരു സ്ട്രാറ്റജി വെച്ച് നമ്മുടെ ടീമിൽ ഒരാളെ ക്യാപ്റ്റനാക്കി ഇങ്ങോട്ട് മാറ്റും. ഞാൻ ശീതളിനെ ക്യാപ്റ്റനാക്കാം. ശീതളിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇന്നത്തെ പോരാട്ടം മൊത്തം നേടാൻ വേണ്ടി പോണത്. അപ്പൊ ശീതളിനെ തന്നെ ആദ്യം വിട്ടേ. ശീതളൻ, നമ്മുടെ കളർ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. ആ കാണുന്നതാണ് വയലറ്റ്. ശീതൾ, all the best. Your time starts now. 3, 2, 1, go. സൂപ്പർ സൂപ്പർ സൂപ്പർ. എടുക്ക നോക്കിയെടുക്ക്. സൂപ്പർ സൂപ്പർ. ക്യാപ്റ്റൻ എന്താ സംഭവിച്ചെന്നറിയോ? ക്യാപ്റ്റൻ അമ്മയുടെ ടീമിനെ കോപ്പിടിക്കാണോ? പൊട്ടിച്ചിട്ടുണ്ട്, പോയിന്റും ഉണ്ട്. നമ്മൾ പോരാളികളുണ്ട് മോളെ. അല്ല, അപ്പൊ സംഭവിച്ച 5 എണ്ണം പൊട്ടിച്ച് 2 എണ്ണം മൈനസ് വന്നു. എങ്കിൽ പോലും നമുക്ക് 60 പോയിന്റ് ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയുണ്ട് ശീതൾ എക്സ്പീരിയൻസ് പറയും? വെരി ഗുഡ് എക്സ്പീരിയൻസ്. വളരെ സന്തോഷം. എൻജോയ്ക്ക് അപ്പുറത്തൊരു വാക്കിന്റെ അത് ചെയ്തു. ഏതോ ഒരു ബഹിരാകാശത്ത് എത്തിയ പോലെ തോന്നിയത്. ഓക്കെ, അടിപൊളി. താങ്ക് യു. സൂപ്പർ സൂപ്പർ. ദീപ്തി, ഗുഡ് ലക്ക്. Your time starts now. 3, 2, 1, go. അതിന് പറയുമ്പോ അതിന്റെ ബാക്കിലിരിക്കണേ. കോഴിയെ പിടിക്കാൻ പോകും. ബാക്കിൽ അതാ ആയിവാ. അതാ ഒന്നുകൂടി ഒറ്റ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ എന്താ പറഞ്ഞു വിട്ടത്? പർപ്പിൾ പൊട്ടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തത്? സത്യം പറഞ്ഞ സ്ത്രീ എന്നെ പ്രാവി കൊല്ലുവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പൊട്ടിക്കാൻ പറ്റും. നമ്മൾ ഈ കോഴിക്കടയില്ലേ, ഈ കോഴിക്കടയില് ഒരു കോഴിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കടക്കാരൻ അതിനുള്ളിൽ പോയിട്ട് കോഴിയെ പിടിക്കാൻ. എനിക്കതല്ല, ഇവിടെ എന്താ ഫുട്ബോൾ കളിയാ? ഇത് ബലൂൺ പൊട്ടിക്കാൻ പറഞ്ഞപ്പോ തട്ടി കളിക്കുന്നു. പർപ്പിൾ കിട്ടുന്നില്ല. എനിക്ക് പർപ്പിൾ പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് പറഞ്ഞ 5 ബലൂൺ പൊട്ടിച്ചു. അതിൽ 3 എണ്ണം മൈനസ് ആയി. 2 എണ്ണത്തിന്റെ പോയിന്റേ ഉള്ളൂ. 40 പോയിന്റാ കിട്ടിയത്. എന്നെ കൊല്ല്. എന്തിനാ വിഷമിക്കണേ? സൂര്യല്ലേ ഞങ്ങളുടെ സൂര്യ ഉണ്ട്. കഴിഞ്ഞു വന്നിട്ട് ഇത് പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് സൂര്യ വരുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളോടും കൂടിയിട്ടാണ്. ആ അമ്മച്ചിയുടെ കയ്യിൽ മൈക്ക് വാങ്ങി വെച്ച ഒരു അക്ഷരം മിണ്ടാൻ സമ്മതിക്കുന്നത് രക്ഷയില്ലെന്നേ. സൂരജ് 18ാമത്തെ അടവ്. അമ്മ അനുഗ്രഹിക്കണം. മോളെ 2 എണ്ണം പൊട്ടിച്ചോ? ചെവിയിൽ പഞ്ഞി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഒന്നും വിചാരിക്കണ്ട. സൂര്യ, ഇറ്റ്സ് യുവർ ടൈം. Your time starts now. 3, 2, 1, go. Good job. Very good. അയ്യോ, ഒന്നുകൂടി. ആ ബലൂൺ മാത്രം പൊട്ട. സൂപ്പർ. സൂപ്പർ. അത് മുതാണ്. വെരി ഗുഡ് ജോബ്. സൂപ്പർ.
സൂര്യ ഇവിടുന്ന് പോയപ്പോഴേ ബലൂൺ പൊട്ടിക്കാൻ പറഞ്ഞ കോഴി പിടിക്കാം പക്ഷേ സൂര്യ ഞങ്ങളുടെ ടീമിന്റെ അഭിമാനമാണ്. 5 ബലൂണും പൊട്ടിച്ച് ഒറ്റ മൈനസ് ഇല്ല. സൂപ്പർ. നമുക്കിപ്പോ 100 പോയിന്റ് ആണ് സൂര്യ നേടുന്നത്. നേരത്തെ ഒരു 40 പോയിന്റ്, ഇപ്പോഴത്തെ 60 പോയിന്റ്, ടോട്ടൽ 200 പോയിന്റ്. എന്തായാലും മത്സരം ഇവര് 200 പോയിന്റ് നേടിയപ്പോൾ വിജയിച്ചിരിക്കുന്നത് ടീം എ തന്നെയാണ്. 220 പോയിന്റ്സ്. അല്ല ഒന്നുമില്ല, ഒരു റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 2 റൗണ്ട് വരാറുണ്ട്. രാവിലെ പാട്ട് മത്സരത്തിന് കാണാം. എന്തായാലും ഈ വീറും വാശിക്കും ഒരു കുറവുമില്ല. നമുക്കൊരു മ്യൂസിക് ഇട്ട് അടിച്ചു പൊളിക്കാം. മ്യൂസിക് പ്ലീസ്. டியூன் பண்ணா பேசும் பாரு வண்ண பற்றி நரகில் நூறு விழுக்காடு தலை சுற்றி போகும் தமிழ்நாடு கால்வட்ட இடமெல்லாம் கட்டெரும்பு மோഹിക്കും அங்கே 50ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷം ഇവിടെ അവസാനിക്കുന്ന ഒരു നിമിഷം ഒന്ന് കാത്തിരിക്കുക. This is Boing Boing. Have a short break. வண்ண பற்றி நீ அருகில் நூறு விழுக்காடு தலை சுற்றி போகும். Boing boing. മത്സരിക്കുന്നവര് സൂപ്പർ ആവുമ്പോ മത്സരവും സൂപ്പർ ആവും. അങ്ങനെ സൂപ്പർ മത്സരങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോ ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. സൂപ്പർ മത്സരത്തിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് 50ാമത്തെ എപ്പിസോഡിന്റെ ഈ ആഘോഷം സെലിബ്രേഷൻ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് സാധാരണ ചിരിക്കുന്ന നമ്മുടെ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരാണ്. ഞാൻ ഇവിടെ കിടന്ന് പൊട്ടിച്ചിരിയായിരുന്നു. കാരണം ഇവരുടെ ആദ്യത്തെ മത്സരം കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഗംഭീര മത്സരമായിരുന്നു. വീറും വാശിയും കൗണ്ടർ അടിയും അതുപോലെ എല്ലാം കൊണ്ടും ഭയങ്കര നിറവായിരുന്നു. ഞാൻ നോക്കുമ്പോൾ മത്സരം നല്ല വിഷയം. ഇവര് തമ്മിൽ ഇപ്പൊ തല്ലോ എന്നുള്ള നല്ല പേടി. തല്ല് റഫറി ആവേണ്ട അവസ്ഥ വരുമോ എന്നുള്ളതാ പേടി. അതിനുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ഇവിടെ തല്ലുകൂടാനുള്ള ഒരു ഗെയിമാണ് നമ്മുടെ രണ്ടാമത് വരുന്നത്. ഈ ഫൈറ്റിൽ ഇവിടുത്തെ അടി കണ്ടപ്പോൾ ഞാൻ പേടിക്കുകയാണ്, വെള്ളത്തിലിട്ട് വല്ലതും പറ്റുമോ. അതിനു മുന്നേ നമുക്ക് അറിയേണ്ട കാര്യമാണ് ആ മത്സരത്തിന്റെ പേരാണ് തലയുടെ മന്ത്രം. ഇവിടുത്തെ തലയണ മന്ത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ഒരു റോളിംഗ് ട്യൂബ് കാണാം. 2 സൈഡ് പില്ലോ അടിക്കിരിക്കുന്നതാണ്. 2 ബോർഡർ ലൈനും കാണാം. ടീം എയിൽ നിന്ന് ഒരാൾ വരുന്നു, ടീം ബിയിൽ നിന്ന് ഒരാൾ വരുന്നു, പില്ലോയുമായിട്ട് പോകുന്നു. ആരാണോ ആദ്യം ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുന്നത് അയാൾക്ക് കിട്ടുന്നത് 50 പോയിന്റ്. ഓപ്പോസിറ്റ് ടീം ആൾ വീഴുകയോ അയാളുടെ കയ്യിലിരിക്കുന്ന പില്ലോ താഴെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 100 പോയിന്റ് ആണ്. 2 ടീമും ശ്രദ്ധിക്കേണ്ട കാര്യം ഗോ കേട്ടതിന് ശേഷം മാത്രം പോവുക. നിരക്ക് പിടിക്കരുത്. ഇപ്പോൾ ആവേശം അവിടെ കാണിക്കും. ഇവിടെ നല്ല ആവേശത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ കേട്ടതിന് ശേഷം മാത്രം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ പണിഷ്മെന്റ് വരും. ഓക്കെ, തലയണ മന്ത്രത്തിലെ ആദ്യത്തെ റൗണ്ടിൽ നിന്ന് ടീം എയിൽ നിന്ന് വരുന്നു രഞ്ജിമ ആൻഡ് ടീം ബിയിൽ നിന്ന് വരുന്നു ശീതൽ. ഓൾ ദി ബെസ്റ്റ്. രഞ്ജിമയും ശീതളും ശ്രദ്ധിക്കണം. ഇതൊരു മത്സരമാണെങ്കിലും അടി കൂടി ഒരാൾക്ക് ഒരു ആപത്ത് പറ്റരുത്. എനിക്ക് പേടിയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ശീതൾ, നമ്മുടെ കോണ്ടസ്റ്റ് എന്തായിരുന്നു? നമ്മൾ ഓപ്പോസിറ്റ് ടീമിനെ പില്ലോ കൊണ്ട് അടിച്ചു വീഴ്ത്താന്നുള്ളതല്ല, ഇത് പില്ലോയും അടിച്ചു പിടിച്ചിട്ട് താഴേക്ക് ചേർന്നതിനാ. അല്ല അമ്മ അല്ല അവള് വീഴുമ്പോ എന്തിനാ അമ്മ പില്ലോ? അമ്മയുടെ ഒരു കാര്യം ചോദിക്കണ്ടേ, ഈ നദി കൂടെ ചാടുമ്പോ ക്യാമറമാൻ ഒപ്പം ചാടുന്ന പറഞ്ഞാൽ മോള് ചാടിയപ്പോ അമ്മ എന്തിനാ കൂടെ ചാടിയത്? പോയിന്റ് എത്തി ചാടി, പക്ഷെ പില്ലോ വീണല്ലോ. തലയുടെ പോയില്ലേ? തലയുടെ മോളുടെ കൂടെ എടുത്തെറിഞ്ഞ് എന്തിനാന്ന് ചോദിച്ചേ? അടിച്ച് വീഴ്ത്തി അവളെ ഞാൻ ആരടിച്ച് എപ്പോ വീണു? മൂപ്പര് വീഴുന്നുണ്ടോ നിങ്ങളും വീഴുന്നുണ്ടോ? തലയുടെ മന്ത്രം ആദ്യത്തെ വീറും വാശിയും മത്സരം കഴിയുമ്പോൾ ടീം എയിൽ രഞ്ജിമയാണ് ആദ്യം ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് 50 പോയിന്റ്. മാത്രമല്ല ഓപ്പോസിറ്റ് ടീമിന്റെ തലയണയാണ് ആദ്യം വെള്ളത്തിൽ പോയത്. അതുകൊണ്ട് 100 കിട്ടി. ടീം എക്ക് ടോട്ടൽ 150. ടീം എയിൽ നിന്ന് രഞ്ജിമയും 2 ക്യാപ്റ്റന്മാരാണ് മത്സരിച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തത്. രഞ്ജിമ, ഇനി നമ്മുടെ ടീമിൽ ആരെ വിടണം? ശ്യാമ. അപ്പൊ തീരുമാനിക്കാം. അവിടെ നിന്ന് ആരാ? ഞങ്ങളുടെ ടീമിൽ നിന്ന് ദീപ്തി. ഓക്കെ, തലയണ മന്ത്രത്തിലെ രണ്ടാമത്തെ റൗണ്ടിനായിട്ട് ദീപ്തി കല്യാണും ഷാമയും ഇവിടെ ഓൾ സെറ്റ് ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ.
നീ ആടി അമ്മയുടെ മോള് മാനം കാത്ത് ആൻസറിനെയുള്ള മോള്. തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ മോള് തന്നെയായിരുന്നു. നിന്നോട് തലഹോണ അടിച്ചിടാനല്ല പറഞ്ഞത്, നിന്നോട് വീഴാൻ ആരാ പറഞ്ഞത്? അമ്മയല്ലേ. ശ്യാമയ്ക്ക് എന്തോ പറയണ്ട, ശ്യാമ പറയാം. കുറച്ചുകൂടി ശക്തിയായ എതിരാളിയെ പ്രതീക്ഷിച്ചത്. ഇവർ നേരെ താഴെ പോയപ്പോഴത്തേക്കും ഇല്ല, ഇനി ഇതൊക്കെ ശരി, ഇതെല്ലാം വിട്ടെ. ടീം ബിയുടെ ക്യാപ്റ്റൻ എന്തോ പറയാനുണ്ട്. പാട്ട് വേണോ? വിഷമിക്കേണ്ട മോനെ. അമ്മച്ചി എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ മക്കളെ? കഞ്ഞി എടുക്കട്ടെ മോനെ. രണ്ട് കഞ്ഞി. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്യാമയാണ് ബോർഡർ ലൈൻ ക്രോസ് ചെയ്തത്. 50 പോയിന്റ് മാത്രമല്ല, ഒരു പണിയും എടുക്കാതെ ഓപ്പോസിറ്റ് ആണ് വെള്ളത്തിൽ ചാടി. അതുകൊണ്ട് 100 പോയിന്റ് കൂടെ കിട്ടി. ടീം എക്ക് കിട്ടിക്കുന്നത് 150 പോയിന്റ് ആണ്. അവർക്ക് തമ്മിൽ ശരീരഭാരത്തിന് കുറച്ച് കുറഞ്ഞു പോയി. ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക് കൊടുക്കാം. മ്യൂസിക് പ്ലീസ്. എനിക്ക് മനസ്സിലായത് കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ടീമിലെ ആള് ഒരു കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ട് വെള്ളം കാണുന്നത്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ കുളിക്കാറ്. നിങ്ങൾ എന്താണ് പുലിമുരുകനാ? ഇവര് കുളിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ തോറ്റു കൊടുത്തത്. അങ്ങനെ മാന്യപ്രേക്ഷകരെ, തോൽക്കാനായി എന്റെ ഒരു മകൾ സൂര്യ ഇഷാൻ റെഡിയായി നിൽക്കുന്നു. ജയിക്കാനായി എന്റെ അരിമപുത്രി ഹരിണിചന്ദ്രൻ നിൽക്കുന്നു. എന്റെ ദൈവമേ, ഇവിടെ കൗണ്ടറിനും വീരവാദങ്ങൾക്കും ഒരു കുറവില്ല. ഈ വാശിയോട് തന്നെ അടുത്ത ആളിനെ വിളിക്കാം. ഹരണി, ഹരണി എവിടെ നിന്നാണ്? ഹരണി ആൻഡ് സൂര്യ, ഓൾ ദി ബെസ്റ്റ്. Harini, Surya, your time starts now. 3, 2, 1, go! സൂര്യ, ഹരണി തലേണ ആദ്യം പോയി. അതിന്റെ കൂടെ ആ നിമിഷത്തിൽ തന്നെ സൂര്യൻ തലേണ ഇട്ടു. അതുകൊണ്ട് 100 പോയിന്റ് രണ്ടുപേർക്കും വെള്ളത്തിൽ പോയി. പക്ഷേ ഹരണി വീണതിന് ശേഷം സൂര്യ ക്രോസ് ചെയ്തു. അതുകൊണ്ട് 50 പോയിന്റ് ഇട്ടിരിക്കുകയാണ്. ഹരണി, രഞ്ജുമ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ പറ്റിയേ? ഈ രൂപം കണ്ടപ്പോൾ ഞാൻ തളർന്നുപോയി. അടുത്ത് സൂര്യ പറയും. ശരിക്കും തലേണ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. തലേണ വഴുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് പോയത്. ഇല്ലെങ്കിൽ ഞാൻ പറപ്പിച്ചന. അപ്പൊ ടീം ബിക്ക് ഈ മത്സരത്തിൽ ആദ്യമായിട്ടുള്ള 50 പോയിന്റ് കിട്ടിയ നമുക്കൊന്ന് ആഘോഷിക്കാം. മ്യൂസിക് പ്ലീസ്. ഇവിടെ മത്സരം കഴിയുമ്പോൾ സ്വന്തം ടീമിൽ നിന്ന് ദീപ്തി ടീമിന്റെ ക്യാപ്റ്റനായി സൂര്യനോടിക്കുന്ന നിരാശയുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഫേസ് കണ്ടപ്പോ ചോദിച്ചതാണ്. അല്ല പിന്നെ ഞാനിപ്പോ എന്താ ആഹ്ലാദിക്കണം? തോറ്റാൽ നമ്മൾ ആഹ്ലാദിക്കും. സൂരജ് കലങ്ങിയില്ലല്ലേ? തലേണ മന്ത്രം മത്സരം അവസാനിക്കുമ്പോൾ ടീം എ നേടിക്കുന്ന 300 പോയിന്റ്സ്. ടീം ബി എത്ര പോയിന്റ് അറിയോ? 50 പോയിന്റ്. 50 എന്ന് പറയുന്നത് 300 മേലാക്കിയിട്ടില്ലല്ലോ. സന്തോഷം കണ്ടപ്പോൾ ചോദിച്ചതാണ്. ഓക്കെ, 50ാമത്തെ എപ്പിസോഡിൽ ചിരിക്ക് ഒരു കുറവുമില്ല. ഒരു നിമിഷം ചിരിയുടെ ഇടയ്ക്ക് ഒരു ഇടവേള എടുത്തോളൂ. ദിസ് ഇസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. മത്സരിക്കുന്നവരുടെ വാശിയും വീറും കൊണ്ട് മത്സരം ആകാശത്തോളം ആവേശം ഉയരുന്നു. ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. 50ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷനിൽ ഈ മത്സരം ഇല്ലെങ്കിൽ ബോയിങ് ബോയിൽ എന്താ ആഘോഷം? ആ മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കയറാട്ടെ. ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം.
അപ്പൊ രണ്ട് ടീമും റെഡിയായി കഴിഞ്ഞു താമരശ്ശേരി ചുരം കയറാൻ വേണ്ടിട്ട് ഒരുമിച്ചെടുക്കാം ബോളുകൾ. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ, വെരി സൂപ്പർ. ഓ സൂപ്പർ, ടീം ബി അടിപൊളി. അയ്യോ ദൈവമേ. Good, good. ചേട്ടാ ഇത് ചേട്ടാ, എന്താ പരിപാടി? ചേട്ടാ ചരിത്രത്തിൽ ആദ്യം Last 3 minutes. Oh, good job, team B. Good job. Very good job. Good job. Good job. That's super. Super. Super, super, super. Good job. Very good job. താമരശ്ശേരി ചുരത്തിൽ ചരിത്രം തീർത്തുകൊണ്ട് നമ്മുടെ മിടുമിടുക്കികൾ സൂപ്പർ. താമരശ്ശേരി ചുരം എല്ലാ മിടുമിടുക്കികളും ഒരുമിച്ച് ഇറങ്ങാൻ പോവാണ്. Here we go. Come on. ബോയിങ്ങിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഈ താമരശ്ശേരി ചുരം കയറിയ ഒരു കണ്ടസ്റ്റൻസും ഇല്ല. ഇത്രയും സ്പീഡായിട്ട് ഓടുകയായിരുന്നു. ഈ വാലിന് തീ പിടിപ്പിച്ച് വിട്ട പോലെ എന്താ സംഭവം? എങ്ങനെയുണ്ട്?
അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് അത്രേ ഉള്ളൂ. ആ spirit ന് നേരെ തീ പിടിച്ചു. താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എ ടീമുകാരെ ഏകദേശം പകുതി കയറാറാവുന്നു. അത് കണ്ടപ്പോ അപ്പൊ പിന്നെ വീണാലും കുഴപ്പമില്ല, എന്നാലും വീണാലും 500 seconds ഉണ്ടല്ലോ, വീണ്ടും കയറാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഒറ്റ കേട്ടും എങ്ങനെയുണ്ട് ശ്യാമ നമ്മുടെ ബോയിന്റെ മത്സരം അവസാനിക്കുമ്പോൾ? ഇറ്റ് വാസ് ഒരു ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. Okay. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഗെയിം ഷോയിൽ പങ്കെടുക്കുന്നത്, അതും നമ്മുടെ തന്നെ ആൾക്കാരുടെ കൂടെ ആയപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം. ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. താങ്ക് യു സി കേരളം ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. സൂപ്പർ, ഗംഭീരാക്കി. Thank you. അപ്പുറത്തെ അമ്മച്ചിക്ക് കൊടുത്തേ. അമ്മച്ചി ഞാൻ കരുതിയത് അമ്മച്ചി കേരളാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് കേരളതേന്ന്. അമ്മ ഇതുവരെ കഥപ്പ് തീർത്തില്ലേ? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഐ എം സോ ഹാപ്പി ടു ഹിയർ ബിക്കോസ് ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ദിസ് അവർ കമ്മ്യൂണിറ്റി. ദെൻ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഏതോ ഒരു സിനിമയിൽ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ പിടലികൾ ഞൊറുങ്ങുന്നു, കഴുത്തുകൾ വലിയുന്നു, ആരോ അപ്പുറകിൽ നിന്ന് വലിക്കുന്നു. പക്ഷെ എന്തായാലും എല്ലാവരും അവിടെ കയറി നിന്നപ്പോൾ എൻ്റെ കുട്ടികളാണല്ലോ, അപ്പൊ ഇവരുടെ മുമ്പിൽ തോക്കാൻ പാടില്ല. അപ്പൊ എന്തോ ഒരു ശക്തി പെട്ടെന്ന് ഒരു കാല് വെച്ച് പിന്നെ പടപടപടാ എനിക്ക് കയറാൻ പറ്റി. ദൈവമേ, നല്ലൊരു കേട്. ടീം ബിക്ക് എന്താണ് എക്സ്പീരിയൻസ് പറയൂ ഷീത? സ്കൂളിലായാലും നമ്മൾ നമ്മുടെ കളികളിൽ ഒതുങ്ങാതെ ചിലപ്പോൾ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ community കൂടെ ഒരു കളിയിടം. അത് ഭയങ്കര ഇമോഷണലാണ് ആ ഒരു സിറ്റുവേഷൻ. കാരണം നമ്മൾ ഒരു ചെറുപ്പത്തിൽ മുതൽ ഇത്ര വലുതാവുമ്പോൾ വരെ നമ്മൾ കളിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒത്ത് കളിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെ അഡ്വഞ്ചർ ഗെയിമുകളോ അല്ലെങ്കിൽ മറ്റെന്തുകളോ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യമല്ല. അപ്പോൾ പെൺകുട്ടികളെ എങ്ങനെ അടക്കി ഒതുക്കി നിർത്തുന്നു, അതുപോലെ നമ്മളെയും പലപ്പോഴും ഇന്ന് പെൺകുട്ടികൾ പോലും കായിക മത്സരങ്ങളിലും ഒളിമ്പിക്സ് മെഡലൊക്കെ നേടിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇപ്പോഴും പിന്നിലാണെന്നുള്ളൊരു ഏറ്റവും മുമ്പിൽ നിങ്ങളാണ് ഇതുവരെ ഇവിടെ പെൺകുട്ടികളെ അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാറ്റി എഴുതുന്ന ഒരു ഷോ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മറിഞ്ഞിരിക്കേണ്ടവരല്ല, ഞങ്ങൾ വെളിയിൽ വരേണ്ടവരാണെന്ന് ഈ ഷോ കാണിച്ചു കൊടുത്തു. അതിന് ബിഗ് ബോയിങ്ങിന് വലിയൊരു അപ്രിയേഷൻ തരികയാണ്. കാരണം ഞങ്ങളെ പോലുള്ളവരെ വിളിച്ച് ഈ ഒരു ഗെയിമിൽ പങ്കെടുപ്പിച്ചതിന് ഞങ്ങൾ നമ്മുടെ ഒരു നല്ലൊരു ദിവസമാണ് 50ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസം അത് സ്പെഷ്യൽ ആക്കണമെങ്കിൽ നിങ്ങൾ വരണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു. അത് ഗ്രേറ്റ്, താങ്ക് യു. എനിക്ക് ദീപ്തിയുടെ സൗണ്ടിൽ തന്നെ കേൾക്കണം. ചേട്ടാ സന്തോഷമായില്ലേ? സൂരജേട്ടാ സന്തോഷമായില്ലേ? ഭയങ്കര സന്തോഷമായി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ദീപ്തി? സ്കോർ കേൾക്കുമ്പോൾ നന്നായിട്ട് സന്തോഷം. സത്യം പറഞ്ഞ എനിക്ക് ഫസ്റ്റ് 2 ഗെയിമും ഞാൻ ഫുൾ ഡൗൺ ആയിരുന്നു. എനിക്ക് അറിയായിരുന്നു ഇതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പൊന്തുന്നു എനിക്കറിയാം. അവിടെ ഞാൻ കയറുന്നു എനിക്കറിയാം, വെയിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഇത് രണ്ടും ഡൗൺ ആയി. അത് സൂപ്പറായിട്ട് ഞാൻ കയറി. താമരശ്ശേരി ചുരം സൂപ്പർ ആയിരുന്നു. പിന്നെ നന്നായി എൻജോയ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു കുടുംബമാണ്. അപ്പൊ ഈ അമ്മ ഞങ്ങൾ ഓരോ ഗെയിമിലും ഞങ്ങളെ വഴക്ക് പറയുമ്പോഴും വീട്ടിൽ നമ്മൾ അമ്മമാർ വഴക്ക് പറയും. നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ നല്ലതായിരിക്കും, ചീത്തയിലൊക്കെ അമ്മമാർ പറയുന്നത് നല്ലതിനാണോ എന്നുള്ളതിലാണ് ഞാൻ രഞ്ജുമ്മയുടെ വാക്ക് മൊത്തം കേട്ടിരുന്നത്. താങ്ക് യു സോ മച്ച് അമ്മ. സൂര്യ പറയും. വളരെയധികം സന്തോഷമുണ്ട്. കാരണം സി ചാനൽ പോലൊരു ചാനലിൽ നമ്മൾ ഒരുപാട് ചാനലുകൾ ഉണ്ടെങ്കിലും ഒരുപാട് മീഡിയകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ഇത്തരത്തിൽ കഴിവുകൾ അവിടെ മാനദണ്ഡമില്ല, അത് ലിംഗവ്യത്യാസം ഇല്ലെന്ന് തെളിയിക്കാൻ സി ചാനലിന് കഴിഞ്ഞു ഈ ഒരു അവസരം. കാരണം സാധാരണ 100 എപ്പിസോഡ് 50 എപ്പിസോഡ് ഇങ്ങനെ എപ്പിസോഡുകൾ കൊഴുപ്പിക്കുമ്പോൾ താരമൂല്യമാണ് കണക്കാക്കുന്നത്. അവിടെ താരത്തെക്കാൾ ഉപരി ഞങ്ങളെ പോലുള്ള മനസ്സുകളെ കാണാൻ കഴിഞ്ഞ സി കേരളത്തിന് നിങ്ങളൊക്കെ എന്ന് നിങ്ങൾ കാണിച്ചു തന്നു. പ്രേക്ഷകരുടെ മുമ്പിൽ നാളെ തെളിയിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഷോ പുറത്തിറങ്ങുമ്പോൾ. ഇനി എന്തായാലും എല്ലാവരും സന്തോഷമായി. തീർച്ചയായിട്ടും നമ്മുടെ 50ാമത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് നല്ല വൻ താരങ്ങൾ തന്നെയാണ്. ആ താരങ്ങളുടെ പെർഫോമൻസിൽ കിട്ടിയ മാർക്കാണ് ഇനി അറിയാനുള്ള നിമിഷം. ആദ്യത്തെ മത്സരം ബോയ്മോയിൽ ആദ്യത്തെ മത്സരം കുലുക്കി തക്കത്ത കഴിയുമ്പോൾ ടീം എ 220 പോയിന്റ് ആണ്, ടീം ബി നേടിക്കുന്ന 200 പോയിന്റ്സ് ആണ്. രണ്ടാമത്തെ മത്സരം തലേണ മന്ത്രം കഴിയുമ്പോൾ ടീം എ നേടിക്കുന്ന 300 പോയിന്റ്സ്, ടീം ബി 50 പോയിന്റ്സ്. അവിടെ പ്രതീക്ഷ പകുതി പോയി. മൂന്നാമത്തെ മത്സരം ആവേശം നിറഞ്ഞ മത്സരം താമരശ്ശേരി ചുരം കയറുമ്പോൾ 2 ടീമും നേടിക്കുന്ന 600 വീതമാണ്, 600 പോയിന്റ്സ്. വെരി ഗുഡ് ജോബ്. ഓക്കെ, മത്സരം അവസാനിക്കുമ്പോൾ ടീം ബി നേടിക്കുന്നത് 850 പോയിന്റ്സ്. നല്ലൊരു കൈഡി, നന്നായി ഉഷാറാക്കി, ഗംഭീരായി. ആവേശം നിറഞ്ഞ മത്സരത്തിന്റെ അവസാന വിജയം എന്ന് പറഞ്ഞ ടീം എ ആണ്. അവർ നേടിക്കുന്നത് 1120 പോയിന്റ്സ്. വെരി ഗുഡ്. 2 ടീമുകൾ ഉഷാറായിട്ട് ഒരു ഫാമിലിയിലെ 2 മെമ്പേഴ്സ് തമ്മിൽ മത്സരിക്കുന്ന പോലെ 2 ടീമും മത്സരിച്ചു, ഗംഭീരായി. മത്സരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ വിന്നേഴ്സിനെ നമ്മൾ അറിഞ്ഞു. വിന്നേഴ്സ് ആയിട്ടുള്ള ടീം എക്ക് ലഭിക്കാൻ പോകുന്ന ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് 3 പേർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. വിന്നേഴ്സ് ആയ ടീം എക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത് ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. 3 പേർക്ക് സമ്മാനങ്ങളുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. റണ്ണേഴ്സ് അപ്പ് ടീം ആയിട്ടുള്ള ടീം ബിക്ക് കിട്ടുന്നത് ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. 3 പേർക്ക് കിട്ടുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. ഹാപ്പി ആയില്ലേ?
50ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷന്റെ ആഘോഷം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മധുരം വേണം. അപ്പൊ ആ മധുരം കഴിച്ചിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. 50ാം എപ്പിസോഡിന്റെ ആഘോഷം ദേ ഇവിടെ തുടങ്ങുന്നു. മധുരം പങ്കുവച്ച ഒരു കേക്ക് കട്ടിങ്ങിലൂടെയാണ്. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന 2 ടീമിന്റെയും ക്യാപ്റ്റനായ ശീതളും രഞ്ജിമയാണ്. ഓക്കെ, റെഡി? അൻപതാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻ തീരുകയാണ്. പക്ഷേ ഇത്രയും നാൾ ഞങ്ങൾക്കുണ്ടായിരുന്ന സപ്പോർട്ട് വലിയ സപ്പോർട്ട് തന്നെ. തീർച്ചയായിട്ടും കുറേയധികം കാഴ്ചകളും വീഴ്ചകളും എല്ലാം നിങ്ങളെ രസിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്തു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്രയും നാൾ 50ാമത്തെ എപ്പിസോഡിൽ ഈ നിമിഷം നിൽക്കുന്നത്. ഇനി വീണ്ടും ഇതിലും വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട്, ഏറ്റവും പുതിയ പുതുമകളുമായിട്ട്, ഏറ്റവും കിടിലൻ മത്സരാർത്ഥികളുമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. അതിനു മുന്നേ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. പക്ഷേ പുതു കാഴ്ചകളും പുതു രസങ്ങളുമായിട്ട് കാത്തിരുന്ന് കാണുക. ഞങ്ങൾ തിരികെ വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ്. And it's me, Suraj. Bye bye, goodbye. Boing, boing.